രത്നച്ചുരുക്കമായിട്ട് ഒരു കാര്യം കൂടി പറയാം. ആ ചെകുത്താൻകുഞ്ഞ് കാരണം നമുക്കാണ് ആപത്ത്, അല്ലാതെ അതിനൊരു കുന്തവും പറ്റില്ല. നിർത്തി. മോളിന്ന് വഴുതി വീണിട്ട് എനിക്കൊന്നും പറ്റിയില്ല. അതെന്താ ഉറുമ്പിലെടുത്തിട്ട് കണ്ണിൽ പെടാതിരുന്നേ? അല്ലെങ്കിൽ തന്നെ എഴുത്തിയോട് വാദിച്ച് ജയിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. അമ്മേ, താലിമാല കഴുത്തി നൂരിപ്പോയതിന് പരിഹാരം എന്താ ചെയ്യാ? സാധാരണഗതിയില് ഗൗരി പൂജ നടത്തും, എന്നിട്ട് മാല മാറ്റിക്കെട്ടും. പക്ഷേ നിന്റെ അമ്മയും ദാസേട്ടനും മരിച്ച സ്ഥിതിക്ക് വീട്ടിലൊരു പൂജ ചെയ്യാൻ പറ്റില്ല. വീട്ടിലിപ്പ ചെയ്തില്ലെങ്കിൽ എന്താ, പൂജാരിയോട് പറഞ്ഞ അമ്പലത്തിൽ ചെയ്തോളും. മോനെ ദേവാ, കഴുത്തെ താലി ഇല്ലാതിരുന്നൂടാ. നീ ഒരു നൂലെടുത്തോണ്ട് ഒന്ന് താലി എടുത്ത് കെട്ടിക്കൊടു. എന്റെ ഇന്ദു, വളരെ അപ്രതീക്ഷിതമായി നടന്നൊരു സംഭവത്തിന് എല്ലാരും എന്തിനാ ഇങ്ങനെ ഊതി വീർപ്പിച്ച് കാണുന്നേ? ദേവാ, നിനക്കറിയാഞ്ഞിട്ടടാ, ഇതത്ര ചെറിയ കാര്യമൊന്നുമല്ല. ഇനി ഓരോ ക്ഷണവും ഒത്തിരി സൂക്ഷിക്കണം മോനെ. ശരിയാ ദേവേട്ടാ, എന്റെ മനസ്സിലൊരു വല്ലായ്മയുണ്ട്. ദുശകുനങ്ങളെ മാത്രാ കാണുന്നത്. അപ്പൊ അമ്മ പറയുന്നത് പോലെ ചെയ്യേ. ലക്ഷ്മി, നീ ചെന്നൊരു മഞ്ഞ നൂല് പെട്ടെന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് വാ. ശരി തമ്പുരാട്ടി. കെട്ടിക്കൊടുക്ക് ദേവാ. തിരുമേനിയെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. നീ പെട്ടെന്ന് തന്നെ വൈദേഹി അമ്പലത്തിൽ കൊണ്ടുപോ. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ തിരുമേനി നോക്കിക്കോളും. പെട്ടെന്ന് ചെല്ലും മക്കളെ. लक्ष्मीमीशानां सूर्याभां श्यमेश्वरीं चन्द्रसूर्याग्निसर्वाभां श्रीमहालक्ष्मीमुपास्महे। നിങ്ങള് ഭഗവതിയോട് നല്ലോണം പ്രാർത്ഥിച്ച് ഈ മംഗല്യസൂത്രം ഭാര്യയ്ക്ക് കെട്ടിക്കൊടുക്കുക. ശരി തിരുമേനി. താലിമാല ഊരി വീണപ്പത്തൊട്ട് വൈദേഹി വല്ലാണ്ട് പേടിച്ചിരിക്കുക തിരുമേനി. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു ആപത്തും ഉണ്ടാവില്ല എന്ന് വൈദേഹിയോടൊന്ന് പറഞ്ഞു കൊടുക്കണം തിരുമേനി. എല്ലാ ഭാരവും ഭഗവതി ഏൽപ്പിക്കുക. അവിടുന്ന് എന്തായാലും നിങ്ങളെ കാത്തോളും. ആ താലിമാല ഇട്ടുകൊടുത്തോളൂ. मांगल्यधारण मुहूर्त सममुहूर्त अस्तु। मुहूर्तकाले सूर्यादीना नवानां ग्रहाणाम् अत्यन्तानुकूल्यता फलसिद्धिरस्तु। मांगल्यं तन्तुनानेन मम जीवन हेतुना कंठे पद्मानि सुभगेत् तुञ्जीव शरदां शतं। मांगल्यधारण मुहूर्त शुभ मुहूर्त अस्तु। मुहूर्तकाले सूर्यादीना नवानां ग्रहाणाम् अत्यन्तानुकूल्यता फलसिद्धिरस्तु।
ഇനി നിങ്ങള് ദാ ഇത് കൊണ്ടുപോയി ആ വൃക്ഷത്തിൽ കെട്ടിക്കോളുക. ആയിക്കോട്ടെ. മോളെ വൈദേഹി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അതിനാ ദേവനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. പറഞ്ഞോളൂ തിരുമേനി. ആപത്ത് അടുത്ത് വന്നോണ്ടിരിക്കുക. ഉപദേശം തേടാൻ രാജഗുരുക്കളും ഇപ്പൊ സ്ഥലത്തില്ല. ഗുരുക്കളുടെ ശിക്ഷൺ എന്ന നിലയ്ക്ക് ഇത് കുട്ടിയെ അറിയിക്കേണ്ട ചുമതല എനിക്കുണ്ട്. ആപത്തോ? എന്താപത്താ തിരുമേനി? ഇത്രയും കാലവും ഒന്നിനു പിറകെ ഒന്നായി കുറെ അനുഭവിച്ചതാ. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം ഇത്രയും കാലം രക്ഷപ്പെട്ടെ. വീണ്ടും എന്താപത്താ വരാൻ പോകുന്നേ? നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് ഒരു കളങ്കം ഉണ്ടാവും. വളരെ വലിയൊരു പരീക്ഷണമാണ് നിന്നെ തേടി വരുന്നത്. എന്താ തിരുമേനി പറഞ്ഞത്? സത്യാണ്. നിന്റെ ഭർത്താവ് ഒരു പാവിയായി നിൽക്കും. അത് നിങ്ങളുടെ ബന്ധത്തെ ഛിന്നഭിന്നമാക്കും. അങ്ങനെ എന്താ തിരുമേനി നടക്കാൻ പോകുന്നേ? അഭയം തേടിയാണ് ഭഗവാന്റെ മുന്നിൽ എത്തിയത്. അപ്പൊ എന്റെ ദുസ്വപ്ന സത്യം ഒന്നാണ് സ്വാമി പറയുന്നത്. എന്റെ ജീവൻ പോയാലും ഞാൻ സഹിച്ചോളാം. പക്ഷെ ഞങ്ങളുടെ ബന്ധത്തിനൊന്നും സംഭവിക്കരുത്. എന്റെ ദേവേട്ടൻ എന്നിൽ നിന്നും അകറ്റരുത് തിരുമേനി. അതിനെന്താ ഞാൻ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് എന്ന് ഒരുമിച്ച് ജീവിക്കാൻ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ പറ തിരുമേനി, ഞാൻ ചെയ്തോളാം. വൈദേഹി തന്നെ വിചാരിക്കണം. പറഞ്ഞോളൂ തിരുമേനി, ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഇത് മറ്റൊരാളുടെ ചെവിയിൽ എത്താൻ പാടില്ല. സ്വന്തം ഭർത്താവ് പോലും അറിയരുത്. എന്നുവെച്ചാ ആപത്തടുത്ത് വരുന്ന കാര്യം ദേവേട്ടന് അറിയരുതെന്നാണോ? അപ്പോ എങ്ങനെയാണ് അദ്ദേഹം സൂക്ഷിക്കുന്നത്? നമ്മൾ കൂടുതൽ സൂക്ഷിച്ചാൽ കൂടുതൽ വലിയ ആപത്താണ് വരിക. ഈ ആപത്തിനെ കുറിച്ച് ദേവൻ അറിയുന്നോണ്ട് അത് വിലകി പോകുന്നില്ല. കൂടുതൽ ശക്തിയോടെ നിങ്ങളുടെ ബന്ധത്തിൽ തിരിച്ചടിക്കും. അപ്പൊ എന്താ ഒരു പോംവഴി തിരുമേനി? ഈ കടമ്പ കടക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിനൊരു പരിഹാരമില്ലേ? ഉണ്ടല്ലോ, ഒരു വ്രതം അനുഷ്ഠിക്കണം. പക്ഷെ തമ്പുരാൻ മരിച്ച സ്ഥിതിക്ക് വീട്ടിൽ അതൊന്നും ഇപ്പൊ പാടുള്ളതല്ല. എന്നാ പിന്നെ പിന്നീടാകാന്ന് കരുതിയ സമയവും വളരെ കുറവാ. നീ കണ്ട ദുസ്വപ്നം സത്യമാകാൻ പോവുകയാണ് വൈദേഹി. തിരുമേനി, രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലേ? എന്തായാലും ഞാൻ ചെയ്യാൻ തയ്യാറാ. പറഞ്ഞോളൂ. വീട്ടിൽ പറ്റാത്തത് അമ്പലത്തിൽ ചെയ്യാൻ പറ്റും. 3 ആഴ്ചയോളം എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും കഠിനോപവാസം എടുത്ത് നിങ്ങള് അർദ്ധനാരീശ്വര വ്രതം അനുഷ്ഠിക്കണം. ആ അതിദമ്പതിമാർക്ക് നിങ്ങളുടെ ദാമ്പത്യം രക്ഷിക്കാനാവൂ. ഞാൻ ചെയ്തോളാം തിരുമേനി. ഈ വ്രതം എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞോളൂ. ഞാനത് ചെയ്തോളാം. പറയാം. പക്ഷേ നീ ഈ വ്രതം ഇരിക്കുന്ന കാര്യം മറ്റാരും അറിയാൻ പാടില്ല. അറിഞ്ഞാൽ അവരോട് കാരണവും പറയേണ്ടി വരില്ലേ? അത് അതിലും വലിയ ആപത്തുണ്ടാക്കും. അതുകൊണ്ട് ഈ സത്യം എന്നേക്കുമായി നിന്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടണം. അങ്ങനെ ചെയ്തോളാം തിരുമേനി. തിരുമേനി പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളാം. വൈദേഹി, അതുകൊണ്ട് കെട്ടിയായിരുന്നോ? അതൊക്കെ കെട്ടിക്കഴിഞ്ഞു. അല്ല, നീ എന്തിനാ കരയുന്നേ? തിരുമേനി ആ മംഗല്യസൂത്രം പൂജ ചെയ്തു തന്നില്ലേ? ഞാനത് നിന്റെ കഴുത്തി ചാർത്തുകയും ചെയ്തു. ഇനി എന്തിനാ നീ പേടിക്കുന്നേ? ഒന്ന് പറഞ്ഞു കൊടുക്ക് തിരുമേനി. എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലതേ വരൂ. പോയിട്ട് വരാ. ശുഭം പുയാത്. എന്നാ പൊയ്ക്കോളൂ. ഈ അവസരം നമ്മൾ മുതലെടുക്കണം ഊർമിള. കൗസല്യേച്ചിയുടെ അമ്മയുടെയും പേടി നമുക്ക് അനുകൂലമായിട്ട് മാറ്റണം. അവരെ എല്ലാം വിശ്വസിപ്പിക്കണം. ഇങ്ങനൊരവസരം പിന്നീട് കിട്ടിയെന്ന് വരില്ല. അത് ശരിയാ. ഇത്രയും കാലവും നമ്മളായിട്ട് അവസരങ്ങൾ സൃഷ്ടിച്ചെടുത്ത് ആ കുഞ്ഞിന്റെ മേൽ പഴി ചാരാൻ നോക്കി. അതെല്ലാം തിരിഞ്ഞടിക്കുകയും ചെയ്തു. പക്ഷേ ഇത് നമ്മളെ തേടി വന്നൊരു സുവർണ അവസരം. ഇത് നമ്മൾ പ്രായോഗികമാക്കിയാൽ ആ കുഞ്ഞു ഭാഗ്യമല്ല, ശാപമാണെന്ന് എല്ലാരും വിശ്വസിച്ചോളൂ. ശരിയാണ്. ദേവന്റെയും വൈദേഹിയുടെയും ജീവിതത്തിൽ എന്തോ അപകടം ഉണ്ടാകാൻ പോകുന്നെന്ന് അവര് തന്നെ ഇപ്പൊ വിശ്വസിക്കുന്നത് കൊണ്ട് അത് നമ്മൾ ആയുധമായിട്ട് മാറ്റിക്കൊണ്ട് ഇപ്രാവശ്യം വിജയം കണ്ടെത്തിയിരിക്കണം. ഇപ്രാവശ്യം കൊടുക്കുന്ന പണി ഒരു 1.5 പണിയായിരിക്കണം വരണേ. വൈദേഹിയുടെയും ദേവന്റെയും ജീവിതം തന്നെ ഛിന്ന ഭിന്നമാവണം. പിന്നെ ഈ വീട്ടിൽ നമ്മുടെ വാക്കിന് എതിർവാക്കുണ്ടാവില്ല.
നടക്കും ഊർമിളെ. അവര് വിശ്വസിക്കുന്നത് പോലെ തന്നെ ആ അപകടം വലിയ രീതിയിൽ തന്നെ നടന്നിരിക്കും. അതെങ്ങനെയാ? എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഹോളിയുടെ അന്ന് എന്തെങ്കിലും ചെയ്യണം. അതിനുള്ള പദ്ധതി നേരത്തെ തയ്യാറാക്കണ്ടേ? പലവട്ടം പ്ലാൻ ചെയ്തിട്ടും എല്ലാം ചീറ്റിപ്പോയി. അപ്പൊ പ്ലാൻ ഒന്നുമില്ലാതെ എന്തെങ്കിലും ചെയ്താൽ പണി കിട്ടും. അല്ല ഊർമിളെ, ഇതുവരെ നമ്മൾ പ്ലാൻ ചെയ്തതൊക്കെ അവര് നേരത്തെ മനസ്സിലാക്കി അതിനെതിരെ പൊരുതി രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇപ്രാവശ്യം പ്ലാൻ ഒന്നും വേണ്ട. ലക്ഷ്യം മാത്രം മതി. മാർഗം എന്താണെന്നുള്ളത് നമുക്ക് വഴി തീരുമാനിക്കാം. അതുവരെ രണ്ടുപേരും എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. വരുൺ പറയുന്നതിൽ കാര്യമുണ്ട് ഊർമിളെ. ഇപ്രാവശ്യം ഇങ്ങനെ ചെയ്താ മതി. ശരി, ഇപ്രാവശ്യം വരുൺ പറഞ്ഞത് നടക്കുമെന്നൊരു വിശ്വാസം. പക്ഷേ അതാരും പ്രതീക്ഷിക്കുന്നതായിരിക്കരുത്. അത്ര വലിയ അടിയായിരിക്കണം. നമുക്ക് എന്താപത്ത് വന്നാലും അതിൽ നിന്നല്ല രക്ഷിക്കുന്നത് നീയാ. ഇത്തവണ ഞങ്ങളുടെ ബന്ധത്തിനാണ് ആപത്ത് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ആപത്തിൽ നിന്നും നീ തന്നെ വേണം ഞങ്ങളെ രക്ഷിക്കാൻ. വൈദേഹി, ദേവേട്ടാ, എന്തു പറ്റി വൈദേഹി? എന്തിനെ കുറിച്ചാ ചോദിച്ചേ? നീ എന്തോർത്തായി വിഷമിക്കുന്നേ? ഇന്ന് കാലത്തോട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നതാ. രാവിലെ നടന്ന സംഭവം ഓർത്തിട്ടാണോ? അതോ ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നീ കണ്ട ദുസ്വപ്നം സത്യമാകാൻ പോവുകയാണ് വൈദേഹി. നീ ഈ വ്രതമിരിക്കണ കാര്യം മറ്റാരും അറിയാൻ പാടില്ല. അറിഞ്ഞാൽ അവരോട് കാരണവും പറയേണ്ടി വരില്ലേ? അത് അതിലും വലിയ ആപത്തുണ്ടാക്കും. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നടന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചതാ. അതൊക്കെ മനസ്സിൽ നിന്നെടുത്തൊന്ന് കളയണ്ട വൈദേഹി. എന്നിട്ട് നീ ധൈര്യമായിട്ടിരിക്കെ. ഇനിയിപ്പോ എന്ത് ആപത്ത് വന്നാലും നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ കുഞ്ഞുണ്ടല്ലോ കൂടെ. അത് ശരിയാ ദേവേട്ടാ. പിന്നെന്തിനാ നീ പേടിക്കുന്നേ? ചില സമയത്ത് പേടിയുണ്ടാവും. പക്ഷെ അത് എന്തിനെന്ന് പറയാനാവില്ല. ആ പേടി നമ്മളെ കൂടുതൽ ശ്രദ്ധാലുക്കളാക്കും. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്നു തോന്നുമ്പോഴാ മനുഷ്യനിലേക്ക് പേടി കയറിക്കൂടുന്നേ. പക്ഷെ നമ്മുടെ ധൈര്യമായിരിക്കും എന്നും നമ്മളെ രക്ഷിക്കുക. അതെപ്പോഴും മനസ്സിലുണ്ടാവണം. എന്നാലേ നീ നിന്റെ കുഞ്ഞാവയോട് സംസാരിച്ചോണ്ട് നിൽക്കേ. ഞാൻ ചെന്ന് പാലെടുത്തോണ്ട് വരാം. രക്ഷിക്കാൻ നീ എളുപ്പോ എന്തിനു പേടിക്കണമെന്നാ നിന്റെ അച്ഛൻ എന്നോട് ചോദിക്കുന്നെ. നീ അത് കേട്ടില്ലേ മോളെ? കുഞ്ഞാവേ, അമ്പിളിയമ്മാവൻ വന്നിട്ടുണ്ട്. അമ്മ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ മോളെ? സംസാരിക്കും മോളെ, എന്റെ പൊന്നു മോള്. അമ്മേ. കുഞ്ഞാവേ, പറ മോളെ, എന്താന്ന് പറ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സന്ധ്യാവൻ ഞാൻ നോക്കിയിരിക്കായിരുന്നു. അമ്പിളിയമ്മാവൻ വന്ന നിന്നോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ കൊതിയോടെ കാത്തിരിക്കായിരുന്നു മോളെ. കാലത്ത് തൊട്ട് നടന്ന സംഭവങ്ങൾ എന്നെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നിനക്കും അറിയാലോ. എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നെന്ന്. എന്താപത്ത് അത്? പറ മോളെ, അമ്മയോട് പറ. എന്താപത്താന്ന്? ആപത്ത് വരുന്നുണ്ടമ്മേ. നിറങ്ങളുടെ ഉത്സവത്തിന്റെ അന്ന്. നിറങ്ങളുടെ ഉത്സവം എന്ന് പറഞ്ഞ ഹോളി. അതിനി 2 ദിവസമല്ലേ ഉള്ളൂ. അന്ന് എന്താ ആപത്ത് വരാൻ പോകുന്നേ? അതെന്താ നിന്നോട് പറ മോളെ. അമ്മേ, അതെന്താന്ന് എനിക്ക് അറിയില്ല അമ്മേ.
നിനക്കറിയില്ല എന്ന് പറഞ്ഞ എങ്ങനെയാ? നിനക്കെല്ലാം അറിയാലോ. പറ മോളെ, എന്നോട് കാര്യം പറ. അമ്മയുടെ പൊന്നു മോള് പറ. അറിയില്ല, അതെനിക്ക് അറിയാൻ പറ്റുന്നില്ല അമ്മേ. പക്ഷേ അന്ന് എന്തൊക്കെയോ നടക്കാൻ പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. മതി, ഇത് മതി. ഇനി ഞാൻ നോക്കിക്കോളാം. നിനക്കറിയാൻ കഴിഞ്ഞില്ലെങ്കിലും അത് ചെയ്യുന്നവർക്ക് അറിയായിരിക്കുമല്ലോ. അവരെ കൊണ്ട് ഞാനിത് പറയിക്കും. നിങ്ങളുടെ രണ്ടുപേരുടെയും നേരെ വരുന്ന ആപത്തുകൾ എന്നെ കടന്നു വേണം നിങ്ങളുടെ അടുത്തെത്താൻ. ചോദിച്ചത് കേട്ടില്ലേ? പറ ഊർമിളേ. എനിക്ക് ബന്ധമില്ലാത്ത കാര്യത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചിട്ട് എന്ത് പ്രയോജനം? ഏയ്, ഏയ്, എന്നെ തല്ലാനും മാത്രം ധൈര്യമായോ? ഇതൊന്നും അല്ല തല്ല്. പക്ഷെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ തല്ലി കൊല്ലും ഞാൻ. എന്താന്നാ ഞാൻ നിങ്ങളോട് പറയണ്ടേ? കാലത്ത് വൈദേഹി പടിയിൽ നിന്ന് വീണപ്പോ നീ മോളിലായിരുന്നു, നിനക്കൊന്നും അറിയില്ലാന്നും പറഞ്ഞു. മേലോട്ട് കയറിപ്പോയപ്പോ നിനക്ക് പറ്റാത്തത് അവക്ക് പറ്റിയെങ്കിൽ അത് നിന്റെ പണിയാന്ന് എനിക്ക് ഉറപ്പാ. എന്താ ജനി പറയുന്നത്? ഞാൻ എന്ത് ചെയ്തു? പണിക്കാരെ എടുത്തോണ്ട് വരുന്ന വഴി വീണതാണെന്ന് പറഞ്ഞില്ലേ? ഇതാ ഇപ്പൊ നന്നായേ. ഇനി വൈദേഹിയുടെ കഴുത്തിന് താലിമാല ഞാനാ പൊട്ടിച്ചെന്ന് പറയൂ. എഴുത്തി, വാ, ഞാനാ പടിക്കട്ടയിൽ അത് കൊണ്ടിട്ടെന്നാണോ നീയും പറയുന്നത്? എഴുത്തി എന്താ ചെയ്യാൻ പോകുന്നേ? എല്ലാരും കൊള്ളാലോ. അജയൻ ഞാൻ എന്താ ചെയ്തേന്നാ ചോദിച്ചത്. നീ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് ചോദിക്കുന്നു. ഞാനെന്താ എല്ലാവർക്കും വട്ട് തട്ടാനുള്ള സാധനോ? എഴുത്തി, നല്ല രീതിയിലാണ് ഞാൻ ചോദിക്കുന്നേ. പറഞ്ഞു, എന്താ എഴുത്തി ചെയ്യാൻ പോകുന്നേ? എന്താ സംഭവം വൈദേഹി? എന്ത് സംഭവിക്കാൻ? അവക്ക് വട്ടാ. അതിന്റെ ലക്ഷണം ഇങ്ങനൊക്കെ സംസാരിക്കുന്ന. ഇങ്ങനെയൊന്നും ചോദിച്ച എഴുത്തി പറയില്ല. വാ ഇവിടെ. ഏയ്, വിട് വൈദേഹി. വരാൻ. വൈദേഹി, വിടാൻ. വൈദേഹി, ഏയ്, എന്താ നിനക്ക്? എന്നെ എങ്ങോട്ടേ കൊണ്ടുപോകുന്നേ? വിട്. വിടുന്നുണ്ട് വൈദേഹി. വൈദേഹി, വെറുതെ വിടാൻ പാടില്ല, കൊന്നു കളഞ്ഞേക്കാം. ഏയ്, നിന്റെ തലയ്ക്ക് സുഖമില്ലാണ്ടായോ? നിങ്ങളുടെ തലയ്ക്കാണ് സുഖമില്ലാത്തത്. ഇന്ന് എന്നോട് സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ 3 പേരുടെ തലയിൽ നെല്ലിക്കാത്തളം വെക്കും. എന്ത് സത്യം നിനക്കറിയണ്ടേ? എന്താ നിന്റെ പ്രശ്നം? ഹോളിയുടെ അന്ന് നിങ്ങൾ എന്ത് പ്ലാനാ ചെയ്തിരിക്കുന്നേ? അതെനിക്കറിയണം. ഹോളിയുടെ അന്നൊരു പ്ലാൻ ഉണ്ടെന്ന് വൈദേഹി എങ്ങനെ അറിഞ്ഞു? ഭാഗ്യം. പ്ലാൻ എന്താന്ന് ഇതുവരെ തീരുമാനിക്കാത്തോണ്ട് അവൾക്ക് അത് കണ്ടുപിടിക്കാനായിട്ടില്ല. എന്താ എന്താ എല്ലാവരും നിന്ന് പരുങ്ങുന്നത്? ഞാൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും. നിങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അത് അപ്പപ്പോ തന്നെ ഞാൻ അറിയും. എന്തുറ്റി വൈദേഹി? അജേട്ടാ, ഹോളിയുടെ അന്ന് ഇവരെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഹോളിയുടെ അന്ന് എന്ത് പ്ലാൻ? നിറങ്ങൾ വാരി മേത്ത് തേക്കും. മിന്നരുത്, വരും. 3 എണ്ണത്തിന്റെ സ്വഭാവം എനിക്ക് അറിയില്ല എന്ന് കരുതിയോ? ഹോളിയുടെ അന്ന് ഞങ്ങളെ അപകടപ്പെടുത്താൻ പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അത്ര വരെ മനസ്സിലാക്കിയ ആൾക്ക് എന്താ ചെയ്യുന്നതെന്ന് കൂടി മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കുമല്ലോ. എന്തിനാ ഞങ്ങളോട് വന്ന് ചോദിക്കുന്നത്? അതുകൂടി അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ നടക്കുന്നത് വേറെയായിരിക്കും. മര്യാദയ്ക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞേക്ക്. നിങ്ങൾക്ക് നന്നാവാൻ ഒരു ഉദ്ദേശവും ഇല്ലേ? വീണ്ടും എന്ത് വിഡിത്തോ കാണിച്ചു കൂട്ടാൻ പോകുന്നത്? ഒന്ന് നിർത്തുന്നുണ്ടോ? അവള് കിടന്ന് തുള്ളുന്നതിന് അവളുടെ താളത്തിനൊത്ത് തുള്ളുക. ഊഹാപോഹങ്ങൾ വെച്ച് ഒന്നും തീരുമാനിക്കരുത്. ഇവിടെ ആരും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇങ്ങനെയൊന്നും ചോദിച്ച ഇവര് പറയില്ല ചേട്ടാ. ഇവരെ കൊണ്ട് എങ്ങനെ സത്യം പറയിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ശരിക്കും അവക്ക് പ്രാന്താന്ന് തോന്നുന്നു. നമ്മൾ എന്ത് പ്ലാൻ ചെയ്യാൻ ഊർമിളെ? ചെറിയമ്മേ, വൈദേഹി കാരണമില്ലാത്തൊന്നും പറയില്ല. അവൾക്കൊരു സംശയം തോന്നിയെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവും. അവളോടൊപ്പം നിങ്ങളും മെന്റലായെന്ന് തോന്നുന്നല്ലോ. ഇവരോടൊക്കെ നമ്മൾ എന്തിനു സംസാരിക്കണം? സുഹാസിനി ചെറിയമ്മ വന്നേ.
വൈദേഹി വൈദേഹി വേണ്ട വൈദേഹി വൈദേഹി നീ എന്തേ കാണിക്കുന്നേ വൈദേഹി 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 നിർത്ത് വൈദേഹി വൈദേഹി നിർത്ത് വൈദേഹി നിനക്ക് എന്താ പറ്റിയത്? അജയേട്ടാ, ഞാൻ ഇപ്പൊ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ജീവിതം അപകടത്തിലാവും. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ചാവട്ടെ. ഏയ് പോ. നിക്ക്. ഇവിടുന്ന് ഒന്നനങ്ങിയ തീപ്പെട്ടിക്കുള്ളി ഉരച്ച് ഞാൻ നിങ്ങളുടെ ദേഹത്തേക്ക് ഇട്ടു തരും. അതോടെ കത്തി ചാമ്പലായി പോവും. അയ്യോ, ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല വൈദേഹി, ഞങ്ങളെ ഒന്ന് വിശ്വസിക്ക്. എനിക്കറിയാം ഉറുമിലെടുത്തി, നിങ്ങൾ ഹോളിഡേ എന്നെ അപകടപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുക. അതെന്താന്ന് പറ. പറഞ്ഞില്ലെങ്കിൽ ഇന്നത്തോടെ നിങ്ങൾ സമാധിക്കും. വൈദേഹി എന്താ ചെയ്യുന്നേ? എന്താ മോളെ നീ കാണിക്കുന്നേ?